എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ ലിൻ ചേട്ടന്റെ ഷോപ്പിന്റെ അവിടേക്ക് ചെല്ലുന്നതാണ്. അവിടേക്ക് അവൾ എത്തുമ്പോൾ തന്നെ പങ്കും അവന്റെ കൂട്ടുകാരും കൂടി അവിടെ ഷോപ്പ് നടത്തുന്ന അവളുടെ ചേട്ടനോട് ക്വാളിറ്റി കുറഞ്ഞ ഹെയർ ഡൈ ഒക്കെ ഭയങ്കര വിലക്ക് വിറ്റു, വ്യാജ പ്രോഡക്റ്റ് വിറ്റു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതാണ് അവൾ കേൾക്കുന്നത്. അവൾ എന്തായാലും മുമ്പോട്ട് ചെല്ലാതെ മാറി നിന്ന് അത് ശ്രദ്ധിക്കുകയാണ്. അവൾക്ക് പങ്കിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടല്ലോ. അവൻ സാങ്ങിനെ അപായപ്പെടുത്തും എന്ന പേടിയില്ല. അതുകൊണ്ട് തന്നെ മാറി നിന്ന് ഇവിടെയുള്ള ടോക്ക് ശ്രദ്ധിക്കുന്ന ടീമാണ്. അവളുടെ ചേട്ടൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ പങ്കിനെ എന്റെ കയ്യിൽ നിന്ന് റെയിൻകോട്ട് മേടിച്ച ഒരു പാവം പയ്യനെ നീ അടിച്ചതല്ലേ, എനിക്കിത് അറിയത്തില്ലെന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ലിന്നിന് അപ്പൊ അന്ന് സാങ്ങിനെ അടിച്ചത് പങ്കാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ആരോ സാങ്ങിനെ അടിച്ചു എന്നേ അറിയില്ലായിരുന്നു, ആരാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നല്ലോ. അവൾക്ക് ഓരോ തവണ പങ്കിനെ പറ്റി ഓരോ കാര്യങ്ങൾ അറിയും തോറും അവൻ കാരണം സാങ്ങിന് അപകടം സംഭവിക്കുമെന്ന പേടി കൂടി 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 വരികയാണ്. പക്ഷെ എങ്ങനെ ഇവരെ അകറ്റുമെന്ന് അവൾക്ക് അറിയില്ല. കാരണം രണ്ടുപേരും ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആണ്. അതിന്റെ ഒരു അടയാളമായി തന്നെ ഇപ്പൊ ഇടയ്ക്ക് എന്റെ വീട്ടിലേക്ക് വരണമെന്ന് സാങ് ക്ഷണിച്ചിരുന്നല്ലോ, അങ്ങനെ വന്നതാണെന്ന് അവൻ പറയുന്നുണ്ട്. സാങ്ങിന്റെ വീട് ഭയങ്കര സൈലന്റും കോസിയാണ്. പങ്കിന്റെ വൈബിന് അത് മാച്ച് അല്ല. അവിടെ എത്തി ബോറടിക്കുന്ന പങ്ക് അവിടെ ഒരു വാർ മൂവി കാണാന്നും പറഞ്ഞ് അവൻ റെന്റിനെടുത്ത കാസറ്റ് അവിടെ പ്ലേ ചെയ്തവർ അതിരുന്ന് കാണുന്നുണ്ട്. അത് സാങ്ങിന് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. പങ്കിന്റെ വൈബിന് പറ്റിയത് മിലിറ്ററി തന്നെയാണ്. മിലിറ്ററിയിൽ സർവീസ് ചെയ്യാൻ ചേർന്നാൽ നിനക്കത് നല്ലതായിരിക്കും എന്നൊക്കെ സാങ്ങും പറയുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു പിങ്ക് ഹെയർ ബാൻഡ് സാങ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് ഇവിടെ പെൺപിള്ളേരൊന്നും ഇല്ലല്ലോ, ഓ ഇതിപ്പോ ലിന്നിന്റെ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് പങ്ക് കളിയാക്കുമ്പോൾ ലിന്നിന്റേതല്ല, പക്ഷെ അവൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ പണ്ട് തൊട്ടേ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, അവളോട് എനിക്ക് എന്ന് ഇഷ്ടം തോന്നിയോ അന്ന് ഇത് കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതി സൂക്ഷിച്ചു വെച്ചിരുന്നതാണെന്ന് പറഞ്ഞ് അവൻ അതെടുത്ത് നോക്കുമ്പോൾ ഇത് ഇന്ന് നിനക്ക് കൊണ്ട് കൊടുത്തൂടെ, എന്തായാലും ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, നമുക്ക് എല്ലാവർക്കും കൂടി ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷന് പോയാലോ, നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോ, ലിന്നിനെ വിളിക്കാൻ പ്രത്യേകം മറക്കല്ലേ എന്നും പറഞ്ഞ് പങ്ക് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി സെലിബ്രേഷൻ ഒന്നിച്ച് പോകാനായി സാങ് പ്ലാൻ ഇടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ സാങ് പങ്കിനെ കാണാൻ വേണ്ടി അവന്റെ ഗ്യാരേജിന്റെ അവിടെയൊക്കെ പോകുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്ന ലിൻ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവിടെ ഓൾറെഡി പങ്കിനും മറ്റു ചിലർക്കും ഇടയിൽ പ്രശ്നം നടക്കുകയാണ്. അതിന്റെ ഇടയിൽ പെട്ട സാങ്ങും കൂടി വലിയ പ്രശ്നത്തിലാവരുത്, ഈ പങ്കിനെ എങ്ങനെയും ഒഴിവാക്കണം എന്ന പേരിൽ വേഗം തന്നെ പോലീസിനെ വിളിച്ച് ഇവിടെ ഇങ്ങനെ അടിപിടി നടക്കുന്നു എന്ന വിവരം ലിൻ കൈമാറുന്നുണ്ട്. അങ്ങനെ പോലീസ് എത്തുകയും പങ്കിനെയും അടിയുണ്ടാക്കിയ ബാക്കിയുള്ളവരെയും കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പോകുന്നതിന് മുന്നേ ഒരുവിധം അവൻ സാങ്ങിനോട് എനിക്ക് എന്തായാലും 6 മാസത്തിന് ശേഷം ഇനി പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ, നിന്റെ ആ ഹെയർ ബാൻഡ് എന്റെ വീടിന്റെ അവിടെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ മറക്കില്ല എന്ന് പറഞ്ഞിട്ടുമാണ് പോകുന്നത്. തുടർന്ന് ആ ന്യൂ ഇയർ സെലിബ്രേഷൻ വേണ്ടി ഇവരെല്ലാരും കൂടി ഒത്തുകൂടുന്നു. ലിന്നും സാനും യാങ്ങും ജിയും കൂടി. അവിടെ ഇരിക്കുന്ന ടീം രണ്ടുപേരും മാച്ചിങ് ആയിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്, കപ്പിൾ ഡ്രസ്സ് കണക്ക്. എന്താ പ്ലാൻ ചെയ്തിട്ടാണോന്നെല്ലാം ഇവർക്കിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കണം എന്ന രീതിക്ക് സാങ്ങിന് ലിന്നിനോടുള്ള ഇഷ്ടം അറിയാവുന്ന ജിയും യാങ്ങും അവിടെ ഇരുന്ന് കമന്റ് അടിക്കുമ്പോൾ സാങ്ങിന് നാണവും ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും ലിൻ അത് വലിയ കാര്യമാക്കുന്നില്ല. അവളെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവൾക്ക് എന്താണ് സാങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം, അവൻ അവളോട് എന്തെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്നത് അവൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയി ജി ചോദിക്കുമ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് മാത്രമേ ലിൻ പറയുന്നുള്ളൂ, ഈ ടീം എങ്കിൽ സാങ്ങിന് അങ്ങനെ അല്ല എന്നത് ചെറിയൊരു സൂചന നൽകി അവിടെ ജി സംസാരിക്കുന്നുണ്ടായിരുന്നു. അത്രയും നേരം അങ്ങനെ ഒരു കാര്യവും മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന ലിൻ പിന്നീട് സാങ്ങിനെ നോട്ടീസ് ചെയ്യുമ്പോൾ അവന്റെ കയ്യിൽ ഒരു പിങ്ക് ഹെയർ ബാൻഡ് കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവളിപ്പോ പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വരുന്നതിന് മുന്നേ ഫ്യൂച്ചറിൽ ഉണ്ടായിരുന്നപ്പോ അവൾ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈം ഒരു പയ്യൻ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു എന്ന ആ ഒരു ന്യൂസിനെ പറ്റി അമ്മ സംസാരിച്ചിരുന്നല്ലോ. ആ സമയത്ത് ആ പയ്യന്റെ കയ്യിൽ ഒരു പിങ്ക് കളർ ഹെയർ ആക്സസറി ഉണ്ടായിരുന്നു. അവന്റേതാണോ അതോ എന്റെ ഗേൾ ഫ്രണ്ടിന്റേതാണോ എന്നറിയില്ല എന്ന രീതിക്ക് അമ്മ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ആ കാര്യം ഇപ്പൊ ഓർത്തെടുക്കുന്ന അവൾക്ക് അപ്പൊ ഇതായിരുന്നോ അവന്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന, അവൻ മരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു പിങ്ക് ഹെയർ ബാൻഡ് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവളായിട്ട് അവനോട് ആ ഹെയർ ബാൻഡിനെ പറ്റി നൈസായി ഒന്ന് ചോദിക്കാൻ നോക്കുന്നുണ്ട്. ആ ടീം അവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് എനിക്ക് തന്നതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ അന്നത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായി നടക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് സാങ് എത്തുമ്പോഴേക്കും അവിടെ അവനെ കാത്ത് അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ആഫ്രിക്കയിലാണല്ലോ. എന്നാൽ ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ചല്ല വന്നിരിക്കുന്നത്, അച്ഛൻ മാത്രമേ വന്നിട്ടുള്ളൂ. അമ്മയ്ക്ക് ഓഫീസിൽ കുറച്ച് തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല, അടുത്ത വർഷം ന്യൂ ഇയറിന് എന്തായാലും അമ്മ വരുമെന്ന് അച്ഛൻ പറയുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ സാങ്ങിനെ കാണാനായി എലിൻ അവിടേക്ക് എത്തുമ്പോൾ വാതിൽക്ക് തന്നെ അച്ഛനെ കണ്ട് അവൾക്ക് അയ്യോ സോറി വീട് മാറിപ്പോയെന്ന് ഒരു ഫീലാണ് വരുന്നത്. കാരണം ഇവിടെ സാങ് ഒറ്റയ്ക്കാണ് എന്നല്ലേ അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അച്ഛൻ വന്നതൊന്നും അവൾക്ക് അറിയില്ല. അവളങ്ങനെ തിരിഞ്ഞു പോകാനായി തുടങ്ങുമ്പോഴേക്കും ഇത് സാങ്ങിന്റെ ഫ്രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ വീടൊന്നും മാറിയിട്ടില്ല, സാങ് അകത്തുണ്ട്, മോള് വാന്നും പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ട്. തുടർന്ന് സാങ്ങിനോട് ഇരുന്ന് സംസാരിക്കുന്ന ടീം ഭയങ്കരമായി തന്നെ കുശലം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സാങ് ഇവർക്ക് ഒരേ ഒരു മകനായതുകൊണ്ട് തന്നെ ഒരു മകളും കൂടി വേണമെന്ന ആഗ്രഹം നടക്കാതെ പോയ വിഷമം സാങ്ങിന് ഒരു തിരിച്ചറിവാവുന്ന ആ പ്രായം വരെ അവനെ പെൺകുട്ടികളെ പോലെ ഒരുക്കി നടത്തി അവന്റെ അമ്മ തീർക്കാറുണ്ടായിരുന്നു എന്നെല്ലാം അച്ഛൻ തമാശയായി പറയുമ്പോൾ ലിൻ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. സാങ് ഒരു ചമ്മല് കണക്കിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ അവർക്ക് സംസാരിക്കാനായി സ്പേസ് കൊടുത്ത് അവിടെ നിന്ന് പോകുമ്പോഴേക്കും അപ്പൊ ആ ഹെയർ ബാൻഡ് നിനക്ക് അമ്മ തന്നതായിരുന്നു അല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവനത് ആണെന്നോ അല്ലെന്നോ പറയാൻ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ എനിക്ക് അറിയാന്ന് പറഞ്ഞ് അവൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് പുറത്തേക്ക് യാങ്ങിന്റെ കൂടെ ലിൻ പോകുമ്പോ അവിടെ ഒരു ഷോപ്പിന്റെ അവിടെ സാങ്ങിന്റെ അച്ഛൻ ഒരു ലേഡിയുടെ കൂടെ ഭയങ്കര ക്ലോസ് ആയി മിണ്ടി പറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുന്ന ലിൻ സാങ്ങിന്റെ അച്ഛൻ ഇത് വേറെ ഏതോ ലേഡിയുമായി റിലേഷൻ
റിലേഷൻഷിപ്പിലാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അവൾ എന്തായാലും ഇതെങ്ങനെ സാങ്ങിനോട് പറയും, അവന്റെ അച്ഛൻ ഇങ്ങനെ ഒരു മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളാണെന്ന് എങ്ങനെ പറയുമെന്ന് ആകെ ധർമ്മ സങ്കടത്തിലാവുന്നു. അവളാകട്ടെ അവനെ ഒന്ന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഹാപ്പിയായി അവളുടെ പേരൻസിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും സാങ്ങിനെ വലിയ കാര്യം, അവനെ കണ്ടുപിടിക്കുന്ന ലിന്നിനെ കേട്ട് കേട്ട് മതിയായി അവൾ അവനെ ഒരുവിധം അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അച്ഛനും അമ്മയും ലിന്നിനെ പറ്റി ഒരു കാര്യം സാങ്ങിനോട് പറയുന്നുണ്ട്. അതായത് കുട്ടിക്കാലത്ത് അവളെ ഒരു ആൺകുട്ടിയെ പോലെയായിരുന്നു ഡ്രസ്സ് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നത്, അവളുടെ കയ്യിലിരിപ്പ് കാരണം അവൾക്കും അതായിരുന്നു ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന ഒരു ഞെട്ടലോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അവളെ പറ്റി ഇങ്ങനെ ഒരു ഫൺ ഫാക്ട് കേൾക്കുന്നു എന്ന ആ ഒരു എക്സ്പ്രഷനോ ഒന്നും സാങ്ങിനില്ല. കാരണം അവനത് ഓൾറെഡി അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതെന്താ സംഭവം എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്തായാലും അവിടെ നിന്ന് സാങ്ങിനെ പറഞ്ഞു വിട്ടെങ്കിലും അവനോട് ഈ കാര്യം പറയണോ എന്ന് കരുതി അവൾ പിന്നീട് അച്ഛനെ വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ സാങ്ങിന്റെ അച്ഛനും ആ ലേഡിയും കൂടി ഒരു റെസ്റ്റോറന്റിന്റെ അവിടെ പോകുന്നത് കാണുന്ന അവൾ കയ്യോടെ അവിടെ അവരെ പിടികൂടി ഒരു സീൻ ഉണ്ടാക്കാന്ന് കരുതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവളെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ കൂടെ അവിടെ സാങ് ഉണ്ടായിരുന്നു. അപ്പൊ മാത്രമാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇത് മറ്റാരുമല്ല സാങ്ങിന്റെ അമ്മയാണെന്ന കാര്യം. അവൾ യാങ്ങിനെയും കൂട്ടി വിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയുമ്പോൾ യാങ് അവിടെ നിന്ന് വേഗം തടി തപ്പുന്നുണ്ട്. അങ്ങനെ സാങ്ങിന്റെ പേരൻസിനെ ലിൻ അവിടെ പരിചയപ്പെടുന്നു. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ ഓൾറെഡി ലിന്നിനെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സാങ്ങിന്റെ അമ്മ. എടാ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമാണോ എന്ന് അവനോട് പ്രത്യേകം ചോദിക്കുമ്പോൾ അവൻ ആ അമ്മ ഫ്രണ്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ടീം അമ്മ അവനോട് നീ കോളേജ് എൻട്രൻസ് എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്യണ്ട, നമുക്ക് ഒന്നിച്ച് തിരിച്ച് ആഫ്രിക്കയിലേക്ക് പോവാം, നിന്നെ അവിടെ പഠിപ്പിക്കാം എന്ന് അവനോട് പറയുന്നുണ്ട്. അവന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും അമ്മ തിരക്കാൻ നിൽക്കുന്നില്ല, കൂടെ വരണോ എന്നാണ് പറയുന്നത്. അവൻ എന്തായാലും അടുത്ത ദിവസം സ്കൂളിലെത്തുമ്പോഴേക്കും മിസ്റ്റർ ഗവോയുടെ അടുത്ത് ചെന്ന് അമ്മ ഇങ്ങനെ ആഫ്രിക്കയിലേക്ക് പോകാൻ വിളിച്ച കാര്യം പറയുമ്പോൾ നിന്റെ അമ്മയുടെ ആഗ്രഹത്തിനൊത്തല്ലോ, നിന്റെ ആഗ്രഹത്തിനൊത്തല്ലേ നീ പഠിക്കേണ്ടത്, അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് അദ്ദേഹവും പറയുന്നു. അവൻ നന്നായി പഠിക്കുന്ന ഒരു പയ്യനാണ്, അപ്പോൾ നാട്ടില് അവന് നല്ലൊരു ഫ്യൂച്ചർ ഉള്ളപ്പോൾ ഇങ്ങനെ പോകേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന രീതിക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആക്ച്വലി അമ്മ വെറ്റിനറി ഡോക്ടർ ആവാനായി ആഫ്രിക്കയിൽ പഠിക്കാമെന്നാണ് അവനോട് പറയുന്നത്. അവനും വെറ്റിനറി ഡോക്ടർ ആകണം എന്നതാണ് ആഗ്രഹമെങ്കിലും നാട്ടിൽ പഠിക്കണം എന്നതാണ് അവന്റെ ആഗ്രഹം. ഇവിടെയല്ലേ ലിന്നൊക്കെ ഉള്ളത്. എന്തായാലും അവൻ ഈ ഒരു കാര്യത്തെ പറ്റി ലിന്നിനോട് സംസാരിക്കുമ്പോൾ അവന്റെ ആഗ്രഹം എന്താണോ അതല്ലേ നടക്കേണ്ടത്, നാട്ടിൽ നിന്ന് പോവണ്ട എന്നിങ്ങനെ അവനോട് പറയുന്നുണ്ട്. കൂടാതെ അവന് വേണ്ടി വാങ്ങിയ ഒരു ഗിഫ്റ്റ് നൽകുന്നു. ഈ സമയത്താണ് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. സാങ് കുട്ടിയായിരുന്ന ടീം അവനൊരു ദിവസം പാർക്കിൽ പോയിരുന്നു. അന്ന് മുന്നേ അവന്റെ അച്ഛൻ പറഞ്ഞ കണക്ക് അമ്മ അവനെ പെൺവേഷത്തിൽ നടത്തിയിരുന്ന സമയമാണ്. ചുമ്മാ ഒരു കൊതിയുടെ പേരിൽ, ഒരു മകളില്ലല്ലോ എന്ന ഒരു കാര്യത്തിന്റെ പേരിൽ അവൻ അങ്ങനെ പാർക്കിൽ ഇരിക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ അവൻ അവിടെ കാണുകയും കളിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ടീം ആ പൂച്ചക്കുട്ടി അവൻ കളിപ്പിക്കുന്നത് കണ്ട് ഒരു പയ്യൻ അല്ലല്ല ഒരു പെൺകുട്ടി, പയ്യന്റെ വേഷത്തിൽ ഒരു പെൺകുട്ടി അവന്റെ അടുത്ത് വന്നിരുന്നിരുന്നു. അത് മറ്റാരും അല്ല, ഈ ലിന്നാണ്. അവളെ അന്ന് അവളുടെ വീട്ടില് അമ്മ പയ്യനെ കണക്ക് നടത്തിയിരുന്ന ടൈമായിരുന്നു. എന്തായാലും അന്ന് അവർ അവിടെ കണ്ട് സംസാരിച്ചപ്പോ അവൾക്ക് വലുതാകുമ്പോൾ വെറ്റിനറി ഡോക്ടർ ആകണം എന്നതാണ് ആഗ്രഹമെന്ന് അവൻ പൂച്ചക്കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അവൾ പറഞ്ഞിരുന്നു. കൂടാതെ പോകുന്നതിന് മുന്നേ അവനോട് ഒരു ഫ്രണ്ട് എന്ന രീതിക്ക് അവൾ പെൺകുട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹെയർ ബാൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടാണ് അവൾ പോയിരുന്നത്. ആക്ച്വലി ലിന്നിനെ സാങ് ആദ്യമായി കണ്ടത് ആ ദിവസമായിരുന്നു. പിന്നീട് അവളാണ് അവനെന്ന് സാങ്ങിന് ആ ബാസ്കറ്റ്ബോൾ മാച്ചിന് അവളെ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഹെയർ ബാൻഡ് കാണിച്ച് സംസാരിക്കണമെന്ന് കരുതിയെങ്കിലും നടന്നിരുന്നില്ല. പക്ഷെ ഈ കാര്യങ്ങളൊന്നും തന്നെ ലിന്നിന് അറിയില്ല. എന്നാൽ സാങ്ങിന് ഇതൊക്കെ വളരെ നല്ല ഓർമ്മയും ഉണ്ടെന്നതാണ് അതിലെ രസം. ആക്ച്വലി അവന്റെ കയ്യിൽ അവൻ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഹെയർ ബാൻഡ് ലിൻ കരുതുന്ന കണക്ക് സാങ്ങിന് അവന്റെ അമ്മ കൊടുത്തതല്ല, മറിച്ച് അവൾ തന്നെ കുട്ടിക്കാലത്ത് നൽകിയതായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളിൽ നടന്ന എക്സാമിന്റെ മാർക്ക് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും അതില് സാങ്ങിന് നല്ലവണ്ണം മാർക്ക് കുറഞ്ഞിരിക്കുന്നു. അവന് മാർക്ക് കുറഞ്ഞു എന്നത് കാണുമ്പോൾ ലിൻ ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട്. അവനായിട്ട് പഠനത്തിലൊന്നും ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല, ഇവിടെ നിന്ന് പോകേണ്ടി വരുമോ എന്നൊരു സ്ട്രെസ് അവന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് കൊണ്ടാകാം മാർക്ക് കുറഞ്ഞതിൽ പോലും അവനൊരു ടെൻഷൻ ഇല്ലാത്ത കണക്കുണ്ട്. ഇത് നോട്ടീസ് ചെയ്യുന്ന ലിൻ അതിനെപ്പറ്റി സംസാരിക്കാനായി വീട്ടിൽ വെച്ച് അവനെ കാണാനായി പോകുന്നുണ്ട്. വീടിന്റെ അവിടെ എത്തുമ്പോഴേ പുറത്ത് അമ്മ നിൽക്കുന്നത് കണ്ട് അവൾ അമ്മയോട് സംസാരിക്കണോ വേണ്ടയോ, ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യണോ വേണ്ടയോ എന്ന ആ ഒരു ടെൻഷനിൽ ഒന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് സാങ്ങിനെ ഫോഴ്സ് ചെയ്യുന്നത് എന്ന ഒരു കാര്യം. അത് കേൾക്കുന്ന അമ്മ അവളെ വിളിച്ചിരുത്തി സംസാരിക്കുകയാണ്. വെറ്റിനറി ഡോക്ടർ ആവുക എന്നത് എന്റെ മാത്രം ആഗ്രഹമല്ല, അത് ആക്ച്വലി അവന്റെ ആഗ്രഹമാണ്. കുട്ടിക്കാലത്ത് അവനെ ഞാൻ പെൺകുട്ടിയെ പോലെ ഒരുക്കി നടത്താറുണ്ടായിരുന്നു. എനിക്ക് ഒരു മോള് വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ അത് ലൈഫിൽ നടന്നില്ല. ആ ഒരു ആഗ്രഹം ഞാൻ അങ്ങനെ അവനെ ഒരുക്കി തീർക്കുമായിരുന്നു. അവനും അത് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പെട്ടെന്ന് അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറയുക അവനെ ഇങ്ങനെയൊന്നും ഒരുക്കാൻ പാടില്ല, അവൻ ഒരു വെറ്റിനറി ഡോക്ടർ ആവാൻ പോവാണെന്ന്. അവൻ ഏതോ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്നും ആ ഫ്രണ്ടാണ് വെറ്റിനറി ഡോക്ടർ എന്ന ഒരു ഐഡിയ അവന് നൽകിയതെന്നാണ് പിന്നീട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നിങ്ങനെ അമ്മ പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന ലിന്നിന് അവളുടെ കുട്ടിക്കാലത്ത് അവൾ ഒരു ഫ്രണ്ടിനെ കണ്ടതും ആ കുട്ടിയോട് കുട്ടിക്കാലത്ത് അവൾക്ക് വെറ്റിനറി ഡോക്ടർ ആകണം എന്നതായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞതും ഒക്കെ അവൾക്കിപ്പോ ഓർത്തു നോക്കുമ്പോൾ ഒന്ന് ഫ്ലാഷ് ആവുന്നുണ്ട്. അത് കൂട്ടി വയ്ക്കുമ്പോഴാണ് അവൾക്ക് ആ ഒരു ഹെയർ ബാൻഡിന്റെ കാര്യവും ഓർമ്മ വരുന്നത്. അവൾ വേഗം തന്നെ വീട്ടിലേക്ക് എത്തി അവളുടെ കുട്ടിക്കാലത്ത് ചില ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ട്. അതിൽ അവളുടെ കയ്യിലും അതേ കണക്ക് ഒരു പിങ്ക് ഹെയർ ബാൻഡ് അവൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ പാർക്കിൽ വെച്ച് എടുത്ത ഫോട്ടോസിൽ റാൻഡമായി സാങ്ങിനെയും അവൾ കണ്ടെത്തുന്നു. അതോടുകൂടി കുട്ടിക്കാലം തൊട്ടേ തനിക്ക് ഇവനെ അറിയാമായിരുന്നു എന്നത്
അവൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ വെറുതെ അല്ല അവന്റെ മരണം തന്റെ ആ ഒരു പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് അവൾ അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും സാങ് വന്നിട്ടില്ല. അവൻ അമ്മ പറഞ്ഞ കണക്ക് അബ്രോഡ് പോയിട്ടുണ്ടാവുമെന്ന് ടെൻഷൻ ആവുന്ന അവൾ വേഗം തന്നെ സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് സാങ്ങിന്റെ വീടിന്റെ അവിടെ ചെല്ലുമ്പോഴേക്കും ഗേറ്റ് ഒക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അവൾ ഭയങ്കര ടെൻഷനിൽ അവൻ പോയി കാണുമെന്ന് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അവനായിട്ട് കയ്യിൽ കുറെ ടിഷ്യൂ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവൻ പോയിട്ടില്ലെന്ന് കാണുമ്പോൾ ആശ്വാസമാവുന്ന അവൾ നീ എന്തെന്ന് ക്ലാസ്സിന് വരാഞ്ഞതെന്ന് തിരക്കുമ്പോഴാണ് അവൻ പനി പിടിച്ചിരിക്കുക ഒട്ടും വയ്യ എന്ന കാര്യം പറയുന്നത്. കൂടാതെ അവന് ജലദോഷത്തിനുള്ള മരുന്നൊക്കെ എടുത്തു കൊടുത്തവൾ നാലും വന്നില്ലെങ്കിൽ എന്നോടൊന്നും പറയാമല്ലായിരുന്നു, ഞാനത് ടെൻഷനായി പോയെന്ന് പരിഭവം പറയുമ്പോഴേക്കും എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി പോയി, അതാ ഇൻഫോം ചെയ്യാൻ പറ്റാഞ്ഞതെന്ന് അവനും പറയുന്നു. എനിക്ക് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് അവളുടെ ചോദ്യത്തിന് വേണ്ട ഞാൻ ഓക്കെ ആണെന്ന് അവൻ പറയുമ്പോൾ എങ്കിൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവനെ വീട്ടിലാക്കി അവൾ ക്ലാസ്സിന് തിരിച്ചു പോകുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ അടുത്ത എക്സാമിനുള്ള ഹോൾ ടിക്കറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ഫൈനൽ എക്സാം ആണ്. അപ്പോൾ അതിന് വലിയ താല്പര്യമില്ല, എക്സാം സ്കിപ്പ് ചെയ്യാൻ പോവാ, എനിക്ക് എന്റെ പാഷൻ ഇതൊന്നും അല്ല, പഠിച്ചു കുറെ ഡിഗ്രി വാങ്ങുന്നതല്ല എന്നിങ്ങനെ യാങ് പറയുമ്പോൾ നിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് നീ അത് തന്നെ ചെയ്യുന്ന ലിൻ പറയുന്നുണ്ട്. കാരണം അവള് ഫ്യൂച്ചറിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ യാങ് ഒരിക്കലും പഠന സംബന്ധമായി ഒരു ജോലിയിലേക്കല്ല പ്രവേശിക്കാൻ പോകുന്നത്. അവൻ സ്റ്റാൻഡപ്പ് കോമഡി മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായാണ് ഫ്യൂച്ചറിൽ മാറുക. ആ ഒരു മേഖലയിൽ അവൻ സക്സസ്ഫുൾ ആയ ഒരാളായി മാറും എന്നറിയാവുന്നതുകൊണ്ട് അവൾ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവനാകട്ടെ അവന്റെ പാഷൻ ഇതാണെന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ ഡീമോട്ടിവേറ്റ് ചെയ്യാറാണുള്ളത്. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നതെന്ന് ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് സാങ് ഓക്കെ ആകുമ്പോൾ പാർക്കിൽ വെച്ച് കാണാന്ന് ലിൻ പറഞ്ഞത് പ്രകാരം പണ്ട് ഇവർ ആദ്യമായി കണ്ടുമുട്ടിയ അതേ പാർക്കിന്റെ അവിടേക്ക് ഇപ്പോ സാങ് എത്തുന്നുണ്ട്. അവിടെ അവൻ നിൽക്കുമ്പോഴേക്കും എത്തുന്ന ലിൻ കുട്ടിക്കാലത്ത് എടുത്ത ആ ഒരു ഫോട്ടോ ഇപ്പോ അവനെ കാണിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോ ഓർമ്മ വന്നു എന്ന് പറയുമ്പോൾ അവളോട് താൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ പറയാതെ തന്നെ അവൾ മനസ്സിലാക്കി താൻ ആരാണ് എന്താണ് എന്നത് അവൾ തിരിച്ചറിഞ്ഞു എന്നത് അവനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സന്തോഷമൊന്നും അധികം നാള് നീണ്ടു നിൽക്കില്ല. ശേഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.